നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം പറഞ്ഞത് മ്യൂസിക് കേൾക്കലാണ് എന്ന്. വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടുകൂടിയുള്ള പാട്ട് കേൾക്കുക കൽബ് മരവിച്ചു പോകാൻ, കാഠിന്യമാകാൻ കാരണമായി തീരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദ്ഹ ഗാനങ്ങൾ കേൾക്കുന്നതിനെ പറ്റിയല്ല പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയും അള്ളാഹിനെ പറ്റിയൊക്കെ വർണ്ണിക്കുന്ന പാട്ടുകൾ കേൾക്കുന്നതിനെ സംബന്ധിച്ചല്ല പറയുന്നത്. ആ പാട്ടുകളാണെങ്കിൽ പോലും അതിനിടയിൽ മ്യൂസിക് കുത്തിക്കയറ്റിയാൽ അതും ഹറാമാണ്. വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോട് കൂടിയിട്ട് അവതരിപ്പിക്കപ്പെടുന്ന ഏതു പാട്ടുകളുണ്ടോ ആ പാട്ടുകളൊക്കെ ഖസാവത്തുൽ ഖൽബ്, ഹൃദയം കാഠിന്യമാക്കാൻ കാരണമായി തീരും. അത് കാരണം അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഇന്ന് ഹറാമും ഹലാലും ഒന്നും ഒരു വിഷയമല്ലാത്ത കാലഘട്ടത്തിലാണുള്ളത്. കല്യാണ പന്തലിലേക്ക് മാരൻ കയറി വരുമ്പോ ഈ ഹറാമില്ലാതെ കൊണ്ടുവരാൻ ഇന്നത്തെ തലമുറയ്ക്ക് കഴിയില്ല. അതുണ്ടെങ്കിൽ ഒരു മജയുള്ളൂ എന്നാ പറയാം. കഴിഞ്ഞ മുമ്പ് ഏതൊരു നിക്കാഹിന് പോയ സമയത്ത് നിക്കാഹിന് ഉസ്താദുമാരും കാരണവന്മാരും എല്ലാവരും കാത്തിരിക്കുക. ചെന്നിട്ട് കുറെ നേരമായി, അരമണിക്കൂറോ 3/4 മണിക്കൂറിനടുത്തോ എന്തോ അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ചില കല്യാണ പന്തലുകളിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ തോന്നാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. പിന്നെ ആ സ്നേഹബന്ധം മുറിച്ചു കളയണ്ട എന്ന് ചിലപ്പോൾ വിളിച്ച ആള് സാധുവായിരിക്കും, അവിടെ നടക്കുന്ന കോപ്രായത്തരങ്ങൾ കാണിക്കുന്ന വേറെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷെ അത് എതിർക്കാൻ പലപ്പോഴും നമ്മള് മൗനം പാലിക്കുകയാണ്, അത് എതിർക്കാൻ നിൽക്കലില്ല. ഞാൻ ഈ വന്നതിന് ശേഷം പങ്കെടുത്ത നിക്കാഹിന്റെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നിക്കാഹ് ഉണ്ടായിട്ടുണ്ട്. എവിടാന്ന് സ്ഥലം പറയണില്ല. പാട്ടിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും ഒരു കാക്ക എഴുന്നേറ്റ് നിന്നിട്ട് മൈക്ക് പറഞ്ഞു നിർത്തടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ഭയങ്കര സന്തോഷമായി. നിർത്തിയോടാ. അദ്ദേഹം എഴുന്നേറ്റ് ആർജവത്തോടു കൂടി പാട്ട് നിർത്തടാന്ന് അങ്ങോട്ട് പറഞ്ഞു. ആ ഒരു പറച്ചിലോട് കൂടിയിട്ട് പാട്ടും നിന്നു, എല്ലാം നിന്നു. മാന്യമായിട്ട് ആ പയ്യൻ വേദിയിലേക്ക് കടന്നു വന്നു, നിക്കാഹ് കടന്നു കഴിഞ്ഞു പോയി. അൽഹംദുലില്ലാഹ്. ഒരാളെങ്കിലും എതിർക്കാനുണ്ടെങ്കിൽ, കാരണം എന്തേ, ഇത് അവരോടുള്ള വൈരാഗ്യം. ഇപ്പൊ ചിലപ്പോ തോന്നുന്നത് ഇത് പുതിയാപ്പിളയോടുള്ള വൈരാഗ്യമാണ് എന്ന്. എങ്ങനെയാണ് അവരോടുള്ള വൈരാഗ്യമാകുക? ഹറാമിനാൽ തുടക്കം കുറിക്കുന്ന സംഗതികളിൽ അള്ളാഹുവിന്റെ ബറക്കത്ത് ഉണ്ടാകൂല എന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു തരുമ്പോ ഇതുപോലെ വാദ്യോപകരണങ്ങൾ അകമ്പടിയോട് കൂടിയിട്ടുള്ള ഈ മ്യൂസിക്കുമായി തുടക്കം കുറിക്കുന്ന കല്യാണ വേദിയിലേക്ക് ഇനി മുൻകാലങ്ങളിലും ഒക്കെ കല്യാണം നടന്നിട്ടില്ലേ? മുൻകാലങ്ങളിൽ നിക്കാഹ് നടന്നിട്ടില്ലേ? ദഫ് മുട്ടിന്റെ അകമ്പടിയോട് കൂടിയിട്ട് മഹാന്മാരെ ആനയിച്ച നിക്കാഹുകൾ നടന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിലേക്ക് ആനയിച്ചത് ദഫ് മുട്ടിയിട്ടാണ്, ചെണ്ട കൊട്ടിയിട്ടല്ല, അല്ലെങ്കിൽ വലിയ പാട്ടും കൂത്തും ഉണ്ടാക്കിയിട്ടല്ല. മറിച്ചോ ഇത്തരത്തിൽ ഹറാമുമായി തുടക്കം കുറിക്കുന്ന ഡാൻസ് കളിക്കാൻ ഇപ്പൊ പ്രത്യേക ടീമുണ്ട്. ആ ഡാൻസ് കളിച്ചിട്ടുണ്ടെങ്കിൽ നിക്കാഹ് ശരിയാകൂല എന്നാ വിചാരിച്ചിരിക്കുക. ഞാൻ ഇത് അവരെ കുറ്റം പറയാനോ അല്ലെങ്കിൽ അവരോട് വൈരാഗ്യമുള്ളതുകൊണ്ടോന്നല്ലേ പറയുന്നത്. എന്റെ മകന്റെ, മകളുടെ, ചെറുമകന്റെ, ചെറുമകളുടെ, അല്ലെങ്കിൽ യുവാക്കൾ തന്നെ ചിന്തിക്കുക, ഞാൻ എന്റെ നിക്കാഹ് കർമ്മം എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ എന്റെ ഒരു പുതിയ ജീവിതത്തിന് വഴിത്തിരിവാകുന്ന ഏറ്റവും സുന്ദരമായ ഒരു കർമ്മത്തിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ ഒരു ഹറാമും കൊണ്ട് കടന്നു എന്നാൽ എന്റെ മക്കളും ആ ഹറാമിലായിട്ടല്ലേ വരിക? ആ ഹറാമിലൂടെ തുടങ്ങിയ ബന്ധത്തിലല്ലേ എന്റെ മക്കൾ വരുന്നത്? എന്റെ ഭാര്യയെ ഞാൻ എന്റെ ഇണയായി എന്റെ മരണം വരെ എന്റെ കൂടെ ജീവിക്കാൻ തെരഞ്ഞെടുത്ത ഇണയെ എന്റെ ജീവിത പങ്കാളിയായി ചേർക്കുന്ന ആ നിമിഷം ഒരു ഹറാമുമായിട്ടല്ലേ ഞാൻ തുടങ്ങുന്നത്? ഇങ്ങനെ ഒരു യുവാവ് ചിന്തിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ നമ്മുടെ നാട്ടിലുള്ളൂ. പക്ഷേ അവിടെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, എന്ത് നല്ലത് ചെയ്യാൻ, നല്ലതിനെ പിൻപറ്റാൻ നമ്മൾ പിൻപന്തിയിലാണ്, അത് മുന്നോട്ട് വരൂല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ സാബിഖൂന സാബിഖൂന, മുന്നിട്ടിറങ്ങി ഇത്തരത്തിലുള്ള നന്മകൾക്ക് വേണ്ടി മുന്നോട്ട് വരുന്ന ആളുകൾ നാളെ സ്വർഗത്തിലും മുൻപന്തിയിലേക്ക് അവരുണ്ടാകും. അള്ളാഹു അത്തരത്തിൽ നമ്മുടെ യുവാക്കളെയൊക്കെ കബൂലാക്കുമാറാകട്ടെ, നമ്മളെയും ചേർത്ത് തരുമാറാകട്ടെ. ഹറാമായ മ്യൂസിക്കുകൾ കേൾക്കൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ കാരണമായി തീരുമെന്ന് മഹാന്മാർ പറയാ. അതുപോലെ പരദൂഷണം പറയുക, ആളുകൾക്ക് ഇഷ്ടമില്ലാത്തത് പറയുക, തിന്മകളെ ചെറുതായി കണക്കാക്കുക, തിന്മകളെ എന്താകാ നിസാരമാക്കി കാണാം. ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു അബദ്ധമാണിത്. നന്മകളെ ചെറുതാക്കുന്നതൊക്കെ, അതോടൊപ്പം തന്നെ ഇത്രയുമല്ലേ ഉള്ളൂ എന്ന് കരുതിയിട്ട് തിന്മ ചെയ്യുക. അള്ളാഹു പൊറത്തു തരും എന്ന് ധരിച്ചുകൊണ്ട് തെറ്റു ചെയ്യൽ അള്ളാഹുവിന്റെ കോപത്തിനിടയാക്കി തീർക്കുമെന്ന് മഹാന്മാര് പറഞ്ഞു തരികയാണ്. അള്ളാഹു എനിക്ക് പുറത്തു തരും. ചിലർക്ക് അങ്ങനെ ധാരണയുണ്ട്, അല്ല അല്ലാതെ ആരാടോ എനിക്ക് പുറത്തു തരാന്നുള്ള ചിന്തയുള്ളത് കൊണ്ട് തെറ്റ് ചെയ്യുക, എന്നിട്ട് അള്ളാഹിനോട് പുറത്ത് ചോദിച്ചാൽ മതിയല്ലോ.
മഹാന്മാര് പറയാം, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഒരാൾ എന്ത് ചെയ്തു? തെറ്റ് ചെയ്തു. എപ്പോഴും ചിന്ത എന്താ? അള്ളാഹ് പുറത്തു വരും, ഞാനിങ്ങനെ തെറ്റ് ചെയ്യാം, അള്ളാഹ്ക്ക് ഇപ്പൊ അതാണല്ലോ പണി. അങ്ങനെ ചെയ്യുന്നവന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെയൊക്കെയാണ് നമ്മൾ വിവേകത്തോടു കൂടി പെരുമാറേണ്ടത്. നമ്മുടെ എല്ലാ മേഖലകളും അത്തരത്തിലാക്കി തീർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകൾ നന്നാക്കി തരുമാറാകട്ടെ, നമ്മുടെ ഇടപാടുകൾ നന്നാക്കി തരുമാറാകട്ടെ, നമ്മുടെ കച്ചവടങ്ങൾ, കുടുംബജീവിതങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഇടപെടുന്ന സകല മേഖലകളും അല്ലാഹു ഖൈറിലാക്കി തരുമാറാകട്ടെ. ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന മറ്റൊരു കാര്യം എണ്ണിയത് സമയം പാഴാക്കി കളയലാണ്. സൊറ പറഞ്ഞിരുന്ന് കളയുന്ന സമയങ്ങൾ, റീൽസ് കണ്ട് കളഞ്ഞു തീർക്കുന്ന സമയങ്ങൾ, യൂട്യൂബിലും ഫേസ്ബുക്കിലുമായി കളഞ്ഞു തീർക്കുന്ന സമയങ്ങൾ, അതുപോലെ തന്നെ ഒരു ആവശ്യവുമില്ലാതെ എന്തെന്നില്ലാതെ കളഞ്ഞു പോകുന്ന സമയം. ഞാൻ പറയട്ടെ, ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാന്മാരായിരിക്കും. നിങ്ങളെപ്പോലെ ഈ പരിസരങ്ങളിൽ എത്രയോ ആളുകൾ ഇത് കാതിലേക്ക് കേട്ടിട്ടും ഇങ്ങനൊരു പരിപാടി നടക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ടും ഇപ്പൊ നിലവിൽ പ്രത്യേകിച്ച് ഒരു പണിയില്ലായിരുന്നിട്ട് പോലും ഇവിടെ ഒന്നും വന്നിരിക്കാൻ അവസരം കിട്ടാത്ത ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവൂല, വെറുതെ കളയുണ്ടാവും. എന്നാലോ ഇവിടെ വന്നിരുന്ന് ഉറങ്ങുകയാണെങ്കിൽ പോലും മജ്ലിസുൽ ഇൽമിലാണ് എന്നതിന്റെ കൂലി അയാൾക്ക് എഴുതപ്പെടുന്നതാണ്. ആ മജ്ലിസ് മുഴുവൻ കേട്ടതിന്റെ കൂലി അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് എഴുതപ്പെടും, വെറുതെ ഇരുന്നാൽ പോലും. സമയം വെറുതെ പാഴാക്കൽ അവസാനം നഷ്ടപ്പെട്ടു പോകാൻ കാരണമായി തീരും. എന്തിനേറെ പറയണം, ചെറിയൊരു നോട്ടം പോലും നമുക്ക് നാളെ ആഖിറം നഷ്ടപ്പെട്ടു പോകാൻ കാരണമായി തീരും. മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കാണാം. അവിടുന്ന് ഒരിക്കൽ ഹജ്ജിന് പോകുന്ന സമയം പരിശുദ്ധ കഅബാലയത്തിന്റെ ഓരത്തിരുന്ന് ഒരു മനുഷ്യൻ പൊട്ടിക്കരയുകയാണ്, വല്ലാതെ കരയുകയാണ്. അദ്ദേഹം ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹുവേ എന്റെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ, എന്റെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ, എന്റെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. വേറൊരു ദുആയും അദ്ദേഹത്തിൽ നിന്ന് വരുന്നില്ല. ഹസനുൽ ബസരി തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇത് മാത്രം ദുആ ചെയ്യാനുള്ള കാരണം? ദുനിയാവിൽ എത്രയോ കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്, ആഖിറത്തിലേക്കുള്ള എത്രയോ കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ട്, ഇതൊന്നും ചോദിക്കാതെ ആഖിബത്തിനെ പറ്റി മാത്രം ചോദിക്കുന്നത് എന്തേ കാരണം? ആ മനുഷ്യൻ മറുപടി പറഞ്ഞു, എനിക്ക് 2 ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നു, 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. 40 കൊല്ലക്കാലം അള്ളാന്റെ പള്ളിയിൽ മുഅദ്ദിനായി സേവനമനുഷ്ഠിക്കാൻ ഭാഗ്യം ലഭിച്ച 2 ജ്യേഷ്ഠന്മാരുടെ അനുജനാണ് ഞാൻ. അതാണോ കുഴപ്പം? അല്ല. ഈ 2 ജ്യേഷ്ഠന്മാരും, ആദ്യത്തെ മൂത്ത ജ്യേഷ്ഠൻ 40 കൊല്ലം ഒരു പള്ളിയിൽ മുഅദ്ദിനായ അല്ലാഹുവിന്റെ വിളിയാളം പരിശുദ്ധമായ നിസ്കാരത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ജോലിയുമായി 12 കൊല്ലം ഒരാള് അല്ലാഹുവിന് വേണ്ടിയിട്ട് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അവൻ സ്വർഗാവകാശിയായിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെയുള്ള ഹബീബായ നബി തങ്ങളുടെ ഹദീസുകൾ പഠിച്ചു മനസ്സിലാക്കിയ വ്യക്തി 40 കൊല്ലക്കാലം അള്ളാന്റെ പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ അവസരം കിട്ടി. പക്ഷേ അയാൾ മരണപ്പെടുന്ന സമയം, എന്റെ ആ ജ്യേഷ്ഠൻ മരിക്കുന്ന സമയത്ത് ഈമാനില്ലാതെ ചത്തുപോകേണ്ടി വന്നു. ഖുർആൻ നിഷേധിയായി ലോകത്ത് നിന്ന് യാത്ര പറയേണ്ടി വന്നു. നഊദു ബില്ലാഹ്. അതേ വഴിയിൽ തന്നെ എന്റെ 2ാമത്തെ ജ്യേഷ്ഠനും 40 കൊല്ലക്കാലം പരിശുദ്ധമായ പള്ളിയിൽ ബാങ്ക് കൊടുത്തു. പക്ഷേ അയാളും മരിക്കുന്ന സമയം ഖുർആൻ നിഷേധിച്ചു, അള്ളാനെ ഒഴിവാക്കി ശിർക്ക് ചെയ്യുന്നവരായി ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു, ഈമാനില്ലാതെ ചത്തുപോയി. ഞാനും ഇപ്പൊ മുഅദ്ദിനാണ്, ഞാനും ഇപ്പൊ ബാങ്ക് കൊടുക്കുന്നുണ്ട്. എന്നാൽ എനിക്ക് പേടിയാണ്, ഞാൻ മരിക്കുന്ന സമയം എന്റെ ആഖിബത്തും മോശമായി പോകുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ റബ്ബിനോട് ദുആരക്കുന്നത് എന്ന്. കഅബാലയത്തിന്റെ ഓരത്ത് നിന്ന് ആ മനുഷ്യൻ ദുആരക്ക. അയാളോട് ചോദിച്ചു, എന്തേ ഇവരുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം എന്താ? 40 കൊല്ലം ഒരു പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു പള്ളിയിലെ മുഅദ്ദിൻ ബാങ്ക് കൊടുത്തിട്ട് ഇറങ്ങി പോവോ? പള്ളിയിലെ ബാങ്ക് കൊടുക്കുന്ന മുല്ലാക്ക മുപ്പര് ബാങ്ക് കൊടുത്തിട്ട് ഇറങ്ങി പോവോ? ഇല്ലല്ലോ. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാ? നിസ്കാരം നടക്കുന്നത് വരെ അദ്ദേഹം അവിടെ ഇരിക്കും. ആ മനുഷ്യൻ മറുപടി പറഞ്ഞത്, വലിയ തെറ്റൊന്നുമില്ല, അവരുടെ ജീവിതത്തിൽ വലിയ തെറ്റുകളോ ഹറാമുകളോ ഒന്നുമില്ല. എന്നാൽ ജീവിതത്തിൽ അവർ ചെറിയൊരു തെറ്റ് ചെയ്തു. എന്തായിരുന്നു? ഭംഗിയുള്ള ചെറിയ ആൺകുട്ടികളെയോ പെൺകുട്ടികളെയോ കണ്ടാൽ അവരിങ്ങനെ നോക്കി നിൽക്കും. അങ്ങനത്തെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന്. അതിപ്പോ വലിയൊരു സബഉൽ മൂബിഖാത്ത് ആയതുകൊണ്ടല്ല, അത് തെറ്റ് തന്നെയാണ്, അതും സൂക്ഷിക്കേണ്ട വിഷയം തന്നെയാണ്. പക്ഷേ ഭംഗിയുള്ള ആൺകുട്ടികളെയോ പെൺകുട്ടികളെയോ കണ്ടാൽ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. ആ തെറ്റിന്റെ പേരിലാണ് 2 ആളുകളുടെയും ആഖിബത്ത് മോശമായി പോകാൻ കാരണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാത്തൊരു തെറ്റും അവരുടെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് ആ മനുഷ്യൻ മറുപടി പറയുക.
നമ്മളൊക്കെ എത്രയോ നിസാരമായി കാണുന്ന വിഷയാന്നറിയോ? മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, അവിടുത്തെ ചരിത്രത്തിൽ കാണാം, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലേക്ക്, അവിടുത്തെ മജ്ലിസിലേക്ക്, ദറസിലേക്ക് ഒരു ചെറിയ പയ്യനെ കൊണ്ടുവന്നു. ഒരു മുത്തഅല്ലിമിനെ പഠിക്കാൻ കൊണ്ടുവരിക. തടി മീശയൊന്നും ഇല്ലാത്തൊരു പയ്യനെ കൊണ്ടുവന്നു, മുത്തഅല്ലിമിനെ, കുട്ടിയെ കൊണ്ടുവന്നു. അദ്ദേഹം വന്നപ്പോ മഹാനായ അബൂ ഹനീഫ ഇമാം ആ കുട്ടിയോട് പറഞ്ഞത്, മോനെ നീ തൂണിന്റെ പിന്നിലിരിക്കണം, എന്റെ മുമ്പിൽ ഡയറക്റ്റ് വന്നിരിക്കരുത് എന്ന്. എന്റെ നോട്ടം എത്തുന്ന ഭാഗത്തേക്ക് വന്നിരിക്കരുത്. മോൻ എന്ത് ചെയ്തോ? മജ്ലിസിരുന്നു, പക്ഷേ തൂണിന്റെ പിന്നിലായിട്ടിരിക്കണം. അങ്ങനെ കാലങ്ങൾ കുറെ കഴിഞ്ഞപ്പോ കുറെ വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു. ഇദ്ദേഹം അബൂ ഹനീഫ ഇമാം കുട്ടിയുടെ മുഖം കണ്ടിട്ടില്ല. തന്റെ മുമ്പിൽ ഇരുന്ന് ഇൽമു പഠിക്കുന്ന മുത്തഅല്ലിമിന്റെ മുഖം കണ്ടിട്ടില്ല. എന്തേ കാരണം? താടിയും മീശയൊന്നും ഇല്ലാത്ത അമ്രതായ കുട്ടിയാണ് തന്റെ മുമ്പിൽ ഇരിക്കുന്നത്. നോക്കൽ ഹറാമായതുകൊണ്ട് ജീവിതത്തിൽ നോക്കിയിട്ടില്ല. കുറെ കാലത്തിന് ശേഷം അദ്ദേഹത്തിന് കുറച്ച് ചീപ്പുകൾ ഹദിയയായി കിട്ടി. ആർക്ക്? ഉസ്താദിന്. കുറച്ച് ചീപ്പ് കൊണ്ടുവന്ന് കൊടുത്തു ആരോ. അങ്ങനെ താടി മീശയുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്തു? ഉസ്താദ് വീതിച്ചു കൊടുത്തു. ഈ കുട്ടിക്ക് മാത്രം കിട്ടിയില്ല. ഉസ്താദിനോട് മറ്റൊരു മുത്തഅല്ലിം ചോദിച്ചു, ഉസ്താദെ ഇന്ന വ്യക്തിക്ക് കിട്ടിയിട്ടില്ലല്ലോ. അപ്പോ ഉസ്താദിന്റെ മറുപടി, അവനെന്തിനാണ് താടി മീശയില്ലാത്താക്ക് എന്തിനാണ് ചീപ്പിന്റെ ആവശ്യം? ആ മുത്തഅല്ലിമ് പറഞ്ഞ മറുപടി, ആ കുട്ടിക്ക് താടിയും മീശയും വന്നിട്ട് വർഷങ്ങളായിട്ടുണ്ട് ഉസ്താദേ എന്ന്. നിങ്ങൾ തന്റെ മുമ്പിൽ ഇരുന്ന് ഇൽമു പഠിച്ച വ്യക്തി, ആ മകൻ, അവന് മീശ വന്നോ താടി വന്നോ എന്ന് പോലും നോക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് മറയിലാക്കിയ ഒരു അമ്രതായതിന്റെ പേരിൽ അദ്ദേഹത്തെ മറച്ചിട്ട് അത്ര സൂക്ഷ്മതയിൽ ജീവിച്ച ആളാണ് മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അവരൊക്കെ പോകേണ്ട സ്വർഗത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, നമ്മയും അവിടത്തോടൊപ്പം നാളെ ചേർത്ത് വരുമാറാകട്ടെ. ഇവിടെയാണ് ഈ 40 കൊല്ലക്കാലം പള്ളിയിൽ ബാങ്ക് കൊടുത്ത മുഅദ്ദിനായി സേവനമനുഷ്ഠിച്ച മനുഷ്യൻ ജീവിതത്തിൽ ചെറിയൊരു തെറ്റ്, നമ്മൾ നിസാരമെന്ന് തോന്നുന്ന ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ ഈമാൻ നഷ്ടപ്പെട്ടു കളഞ്ഞു. ഈമാൻ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ വലിയ തെറ്റൊന്നും ചെയ്യണമെന്നില്ല. സബോൽ മൂബിക്കാത്ത് മൊത്തത്തിൽ ചെയ്യണമെന്നൊന്നുമില്ല. ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ ഏതെങ്കിലും ചെറിയ തെറ്റ് മതി. പക്ഷേ ഏറ്റവും ഗൗരവമുള്ള വിഷയം എന്താ? ആ ചെയ്യുന്ന തെറ്റ് നിസാരമാണ് എന്ന് കരുതി ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായും അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതാണ് എന്ന് മഹാന്മാര് പറയുകയാണ്. അവസാനമായി 6ാമതായി എടുത്തു പറയുന്ന ഒരു വിഷയമുണ്ട്, അറിവ് തേടാതിരിക്കുക എന്നുള്ളത്. ഇവിടെ പറഞ്ഞു നിർത്തട്ടെ. അറിവ് തേടാതിരിക്കുക. എന്ത്? നമ്മുടെ മജ്ലിസുകൾ ഇന്ന് നമ്മുടെ പള്ളികളിലായിക്കൊള്ളട്ടെ, അതുപോലെ നമ്മുടെ ചുറ്റുഭാഗത്തായിക്കൊള്ളട്ടെ, അറിവ് പഠിക്കാൻ എമ്പാടും അവസരങ്ങളുണ്ട്. കഴിഞ്ഞൊരു സമുദായത്തെ പറ്റിയിട്ട് പരിശുദ്ധ ഖുർആൻ പറയാനുണ്ട്, വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല. അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു മനുഷ്യൻ, ഒരു ദൂതൻ വരാത്ത ആളുകളിലേക്ക്, അങ്ങനെ എത്താത്തൊരു സമുദായത്തിലേക്ക് നമ്മുടെ ശിക്ഷ ഉണ്ടാകുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അറിവ് പകർന്നു കൊടുക്കാൻ ഒരാൾ വരാതിരിക്കുക, അതിനുള്ള സാഹചര്യങ്ങൾ കിട്ടാത്തൊരു സമുദായത്തിലേക്ക് ശിക്ഷ ഉണ്ടാകുകയില്ല എന്ന് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയാ, ഈ കാലഘട്ടത്തിലുള്ള ഓരോ വ്യക്തികൾക്കും അദാബിന് അർഹമായി തീരും അറിവ് നുകർന്നിട്ടില്ല എങ്കിൽ. അറിവ് പഠിച്ചിട്ടില്ല എങ്കിൽ അവൻ നാളെ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് കാരണമായി തീരുമെന്ന് ഈ ആയത്ത് മാത്രം വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയുകയാണ്. കാരണം എന്തേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 23 വർഷക്കാലത്തെ അധ്യാപനം നടത്തിയിട്ടുണ്ട്. 1.25 ലക്ഷത്തോളം വരുന്ന മഹാന്മാരായ സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹു ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇതേപോലെ വർഷക്കണക്കിന് കാലം ദീൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവരിൽ നിന്ന് പഠിച്ച താബിഈങ്ങളും തബഉ താബിഈങ്ങളും സാലിഹീങ്ങളായ ഇമ്മത്തുകളും ഇക്കാലം അത്രയും വന്ന ഉസ്താദുമാരിൽ നിന്നും പരിശുദ്ധ ദീൻ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇൽമിന്റെ വഴികൾ എമ്പാടും തുറന്നുകൊണ്ടിരിക്കുകയാണ്. ദീനിന്റെ മാർഗങ്ങൾ ഒരുപാട് തുറന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടും നമ്മുടെ തിരക്കുകൾ കാരണം, നമ്മുടെ അശ്രദ്ധ കാരണം ഇൽമു കേൾക്കാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ നമുക്ക് സമയമില്ല. ഇങ്ങനെ അറിവ് തേടാതിരിക്കുക എന്നുള്ളത് ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ കാരണമായി തീർന്നേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫർളിൻ കുളിയുടെ നിയ്യത്ത് എന്താണെന്ന് പോലും അറിയാത്ത ആളുകളെ എനിക്ക് പരിചയമുണ്ടായിരുന്നു. ആലോചിച്ച്, ഞാനൊരു സദസ്സിൽ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കുളിയുടെ വിഷയം, ഫർളായ കുളിയുടെ വിഷയം പറയുമ്പോൾ നിയ്യത്ത് വെക്കണോന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്തൊരു സഹോദരൻ ചോദിച്ചു, ഉസ്താദേ കുളിക്കൊക്കെ നിയ്യത്ത് വെക്കുമോ? നിസ്കാരത്തിലൊക്കെ നിയ്യത്ത് വെക്കും, മുസല്ലി ഫർളുൽ ദുഹരി, ഇതുപോലെ കുളിക്ക് എന്തെങ്കിലും നിയ്യത്ത് വെക്കുമോ? അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ട് ചോദിച്ചതാണ്, അറിവില്ലാത്തത് കൊണ്ട് ചോദിച്ചതാണ്. 40-40 വയസ്സിന് മുകളിലുണ്ട്, അദ്ദേഹത്തിന് മക്കളുണ്ട്, ഭാര്യയുണ്ട്.
എത്രയോ തവണ ജനാപത്തുകാരനായിട്ടുണ്ടാവും. ഈ കാലം അത്രയും അദ്ദേഹം കുളിച്ച കുളി അത് നിയ്യത്ത് വെക്കാതെ കൃത്യമായി ഷർത്തും പുറത്തും ഒന്നും ശ്രദ്ധിക്കാതെയാണ് കുളിച്ചത് എങ്കിൽ ആ ഇബാദത്തുകളിലൊക്കെ അവസ്ഥ ആലോചിച്ച് നോക്കി. ആ പള്ളിയിൽ ഇരുന്ന ഇരുത്തങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അദ്ദേഹം ചെയ്ത സുജൂദുകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഖുർആൻ പാരായണങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് എന്റെയും നിങ്ങളുടെയൊക്കെ ഉള്ളിലേക്ക് ഒരു ചിന്ത ഇട്ടുതരാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. അദ്ദേഹത്തെ അള്ളാഹു പുറത്തു കൊടുക്കുമാറാട്ടെ, അറിവില്ലാത്തത് കൊണ്ടല്ലേ. എന്നാൽ അറിവില്ലായ്മ ഒരു അലങ്കാരമായി കൊണ്ടുനടക്കാൻ പാടില്ല. മയ്യത്ത് കൊണ്ടുവച്ചിട്ട് പള്ളിയിലെ ഖത്തീബ് പറയും, എന്ത് മയ്യത്ത് നിസ്കാരത്തിന്റെ ഫർളുകൾ പറയുന്ന കൂട്ടത്തിൽ ഒന്നാമത്തെ തക്ബീറിന് ശേഷം ഇന്നത് ചെല്ലണം, രണ്ടാമത്തെ തക്ബീറിന് ശേഷം ഇന്നത് ചെയ്യണം, മൂന്നാമത്തെ തക്ബീറിന് ശേഷം മയ്യത്തിന് വേണ്ടിയുള്ള ദുആ ചെയ്യണം. അതിങ്ങനെ പറഞ്ഞു കൊടുക്കും. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു തുടങ്ങിയ ദുആ മുഴുവൻ അറിയുന്നവർ മുഴുവനും ചെല്ലണം. അറിയാത്തവരുണ്ടെങ്കിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് ആവർത്തിച്ച് ചെല്ലണം. അപ്പൊ നമുക്കൊക്കെ ആശ്വാസം, അൽഹംദുലില്ലാഹ്. അറിയാത്തവർക്ക് ചെല്ലാനുള്ള വകുപ്പുണ്ടല്ലോ. നമ്മളെക്കാൾ വലിയ മടിയം വേറെ ആരാ ഉള്ളത്? അറിയാത്തവരുടെ കാര്യം പറഞ്ഞു കേട്ടോ. എന്നാലും ചിന്തിക്കണ്ടേ, ഞാനത് പഠിച്ചെടുക്കണമെന്ന്. ഇത് പഠിക്കേണ്ടതല്ലേ? നാളെ എന്റെ വാപ്പ മരിച്ചു കിടക്കുമ്പോ ഞാൻ ഇമാമത്ത് നിൽക്കുമ്പോ ഈ ഇൽമ് ഇല്ലാത്തതിന്റെ പേരിൽ, അറിവില്ലാത്തതിന്റെ പേരിൽ അവിടെ നിന്നിട്ട് ദുആ ഇറക്കാൻ അറിയാതെ മേലോട്ട് നോക്കിക്കേണ്ട അവസ്ഥ വന്നാൽ ആ കിടക്കുന്ന വാപ്പായോട് നമുക്കൊരു മഹബത്തില്ലേ, ഒരു ഉത്തരവാദിത്വം ഇല്ലേ? വാപ്പാനും കുറ്റം പറയണം കൃത്യമായിട്ട് മദ്രസ വിടാത്തതിന്റെ പേരില്ല, കൃത്യമായി മദ്രസ വിടേണ്ട സമയത്ത് വിടാത്തതിന്റെ പേരിലാണ്. നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഒരു ഗതി ഉണ്ടാകാതിരിക്കണമെങ്കിൽ അവരെ കൃത്യമായി ഇൽമു പഠിപ്പിക്കുകയും നാളെ ഞാൻ മരിച്ചു കിടക്കുമ്പോൾ എനിക്ക് വേണ്ടി ദുആ ഇറക്കാൻ, മയ്യത്ത് നിസ്കരിക്കാൻ, മോനെ ഇമാമത്ത് നിർത്താൻ ഒരു പ്രാപ്തി ഉണ്ടാക്കിയെടുക്കണം. കുറഞ്ഞ പക്ഷെ അതെങ്കിലും ചെയ്യണ്ടേ? അറിവുള്ളവർ ഇമാമത്ത് നിൽക്കണം. ആരെങ്കിലും ഒക്കെ കയറി വാപ്പ മരിച്ചു കിടക്കുന്നു എന്ന് എഴുതിയിട്ട് മകന് നിൽക്കാം എന്നല്ല, മറിച്ച് മകൻ അറിവുള്ളവനാണ്, യോഗ്യത ഉണ്ടെങ്കിൽ മകന് നിൽക്കാം, ഇല്ലെങ്കിൽ അറിവുള്ളവരെ പിടിച്ച് ഇമാമത്ത് നിർത്താം. അതാണ് വേണ്ടത്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. ചില ആളുകളുണ്ട് മയ്യത്ത് നിസ്കാരത്തിന്റെ ഫർദോ ഷർത്തോ ഒന്നും അറിയില്ല, എന്നാലും വന്ന് എന്ത് ചെയ്യും? വെറുതെ കയറിയിട്ട് കൈ കെട്ടും. അതിന്റെ ഇടയിൽ ചെല്ലാനുള്ള ദിക്റെങ്കിലും ചൊല്ലിവെക്ക്, അതുമില്ല. 5 തക്ബീർ ചൊല്ലി മയ്യത്ത് നിസ്കരിച്ച നിസ്കാരത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എന്തേ കാരണം? എത്ര തക്ബീർ ചൊല്ലണമെന്ന് കാക്കാക്ക് അറിയില്ല. ഇത്തരത്തിൽ നമ്മളെ കൊണ്ടുവച്ചിട്ട് നമ്മുടെ മകനാണ് അത് ചൊല്ലുന്നെങ്കിൽ അവിടെ മകനല്ല നാണക്കേട്, മറിച്ച് ഈ മരിച്ചു കിടക്കുന്ന മയ്യത്താകുന്ന എനിക്കോ നിങ്ങൾക്കോ ആണ്. അവനെ കൃത്യമായ അതുപോലും പഠിപ്പിക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണല്ലേ എന്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇൽമ് തേടുക എന്നുള്ളത് നമ്മളും നിർബന്ധമാക്കണം, നമ്മുടെ മക്കളെയും പഠിപ്പിക്കണം. അതിനൊക്കെ ഒരുപാട് വഴികൾ നമ്മുടെ നാടുകളിലുണ്ട്. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. നാളെ ഖിയാമത്ത് നാളിന്റെ ഏറ്റവും വലിയ അടയാളം പറയുന്നത്, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ തുടക്കം കുറിക്കപ്പെടുന്നത് ഇൽമിനെ ഉയർത്തപ്പെടുമെന്ന, പരിശുദ്ധ ദീൻ ഇങ്ങനെ ഉയർത്തപ്പെടും. ഇൽമിന്റെ മജ്ലിസുകൾ ഇല്ലാതെയാക്കപ്പെടും. ദീൻ പഠിക്കാൻ ആളുകൾക്ക് സമയമില്ലാത്തത് കൊണ്ട് ദീനിന്റെ മജ്ലിസുകൾ നിൽക്കും, ഇൽമ് ചർച്ച ചെയ്യുന്ന നിൽക്കും. അവസാനം ഇൽമു തന്നെ ഇല്ലാതെയാകുന്ന അജ്ഞരായ ഒരു സമുദായം ഈ ലോകത്തുണ്ടാകും, വിവരം കെട്ട ഒരു വിഭാഗം. എന്നിട്ടോ ആ വിവരം കെട്ട ആളുകളോട് വന്ന് ഫത്വ ചോദിക്കുന്ന ഒരു സംഭവം ഉണ്ടാകും. പള്ളിയിൽ നിൽക്കുന്ന വല്ലാക്കും വിവരം ഉണ്ടാവൂല, അതിന്റെ പിന്നിൽ നിൽക്കുന്ന ആളുകൾക്കും വിവരം ഉണ്ടാവൂല. പുറകെ നിൽക്കുന്ന ആളുകൾ വന്ന് ഉസ്താദിനോട് എന്ത് ചെയ്യും? ഫത്വ ചോദിക്കും. ഇയാൾ തൊള്ളേ തോന്നിയത് ഫത്വ പറഞ്ഞു കൊടുക്കും. അത്തരത്തിലുള്ള ഒരു കാലഘട്ടം ലോകത്ത് വരാനുണ്ട് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഇൽമിനെ നമ്മൾ സ്നേഹിക്കുകയും ഇൽമിന് വേണ്ടി സമയം കണ്ടെത്തുകയും ചെയ്യണം. അല്ലാത്ത പക്ഷം നമ്മുടെ ജീവിതം അവസാനിക്കുന്ന സമയം ഈമാനില്ലാതെ ഇത്രകാലം നമ്മൾ പേര് മുജീബ് എന്ന പേരും വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ എന്ന പേരും വെച്ചുകൊണ്ട്, അബ്ദുറഹീം എന്ന പേരും വെച്ചുകൊണ്ട്, അബ്ദുള്ള എന്ന പേര് വെച്ചുകൊണ്ടൊക്കെ ഒരു മുസ്ലിം ലേബിളിലാണ് ജീവിച്ചത് എങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ കൊണ്ടു നിർത്തുമ്പോൾ ഈ പേരൊന്നും നമുക്ക് ഉപകരിക്കൂല. മുസ്ലിം പേരുണ്ടായിരുന്നു എന്ന് കരുതിയിട്ട് നാളെ യജമാനനായ റബ്ബിന്റെ മുമ്പിൽ നമ്മൾക്ക് ഉപകാരം കിട്ടൂല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം നന്നാക്കാനും നമ്മുടെ ആഖിറം നന്നാക്കാനും അവസാനം രക്ഷപ്പെടാനും ഒക്കെ നമ്മൾ മാർഗങ്ങൾ കണ്ടെത്തണം. അള്ളാഹു ഈ പറഞ്ഞതൊക്കെ നാഫിയായ ഇൽമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരിമാർ, ഉമ്മമാർ, അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ചരിത്രമൊന്നും പറയാൻ സമയം വൈകിയതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എന്നിരുന്നാലും ഈ കേട്ടതൊക്കെ നമ്മുടെ കുടുംബത്തിലും ഏറ്റവും കൂടുതൽ അത് പ്രാവർത്തികമാക്കാൻ പറ്റുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾ കൂടിയാണ്. നമ്മുടെ മക്കളെ അതുപോലെ തന്നെ ഭർത്താവിനെയൊക്കെ നന്നാക്കിയെടുക്കാനുള്ള കഴിവും അതിനുള്ള പ്രാപ്തിയും ഒക്കെ അള്ളാഹു നൽകിയത് സ്ത്രീകൾക്കാണ്. ഒരാൾ പെണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ 3/2 ഭാഗവും അയാൾ നന്നായിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഹബീബായ നബി തങ്ങൾ പറയാം. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനെ നന്നാക്കാനും മക്കളെ നന്നാക്കാനും ഒക്കെ പര്യാപ്തമായ രൂപത്തിലാണ് അവരെ പടയ്ക്കപ്പെട്ടിട്ടുള്ളത്. അത്തരത്തിൽ നമ്മുടെ കുടുംബത്തെയൊക്കെ നന്നാക്കണം. അൻഫുസകും വഅഹ്ലീകും നാറ, നമ്മെയും
നമ്മുടെ കുടുംബത്തെയും നരകത്തിന്റെ വിറകുകൊള്ളികളാകുന്നതിനെ തൊട്ട് നിങ്ങൾ കാത്തുരക്ഷിക്കണേ എന്ന പരിശുദ്ധ ഖുർആൻ നമ്മൾ എപ്പോഴും ഓർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസ് അതിന് സബബാക്കി തരുമാറാകട്ടെ.